നമസ്കാരം. പ്രധാന വാർത്തകൾ. ഒറ്റപ്പാലം സൗത്ത് പനമണ്ണ ഇത്യൻമലയിലെ കരിങ്കൽ ക്വാറിക്ക് നഗരസഭാ സെക്രട്ടറി അനുവദിച്ച താൽക്കാലിക പ്രവർത്തനാനുമതി റദ്ദാക്കാൻ കൗൺസിൽ തീരുമാനം. ക്വാറിക്ക് അനുമതി നൽകിയ തീരുമാനത്തെ ഐക്യകണ്ഠേന എതിർത്ത് ഭരണ പ്രതിപക്ഷ കൗൺസിലർമാർ. ഒറ്റപ്പാലത്തെ ദമ്പതികളുടെ കൊലപാതകം പ്രതി മുഹമ്മദ് റാഫി വന്നത് കൃത്യമായ ആസൂത്രണത്തോടെയെന്ന് പോലീസ്. മകനെ വിട്ടു നൽകില്ലെന്ന കോടതി ഉത്തരവും വൈരാഗ്യത്തിന് കാരണമായി. മണ്ണാർക്കാട് പള്ളിക്കുറുപ്പ് കൊന്നക്കോട് ടിപ്പർ ലോറി വീട്ടിലേക്ക് ഇടിച്ചു കയറിയ അപകടം. മദ്രസയിലേക്ക് പോവുകയായിരുന്ന വിദ്യാർത്ഥിയടക്കം 4 പേർക്ക് പരിക്ക്. അപകടം ചൊവ്വാഴ്ച പുലർച്ചെ. മുണ്ടൂർ തൂത റോഡിന്റെ തകർച്ച. തിരുവാഴിയോട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു. റോഡും കീറിയ മുണ്ടും താരതമ്യം ചെയ്തുള്ള പി മമ്മിക്കുട്ടി MLA പരാമർശം ലാഘവകരമെന്ന് നേതാക്കൾ. റോഡിന്റെ സ്ഥിതി കണ്ടം വെച്ച കോട്ടുപോലെ. ചെർപ്പുളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ മകരച്ചൊവ്വ ഉത്സവം വർണ്ണാഭമായി. നഗരത്തെ നിറച്ചാർത്തണിയിച്ച് പകൽപൂരം എഴുന്നള്ളിപ്പ്. വാർത്തകളിലേക്ക് വിശദമായി. ഒറ്റപ്പാലം സൗത്ത് പനമണ്ണ ഇത്യൻമലയിലെ കരിങ്കൽ ക്വാറിക്ക് നഗരസഭാ സെക്രട്ടറി അനുവദിച്ച താൽക്കാലിക പ്രവർത്തനാനുമതി റദ്ദാക്കാൻ കൗൺസിൽ തീരുമാനം. ഭരണ പ്രതിപക്ഷ കൗൺസിലർമാർ ഐക്യകണ്ഠേനയാണ് തീരുമാനത്തെ പിന്തുണച്ചത്. ചൊവ്വാഴ്ച ചേർന്ന അടിയന്തര കൗൺസിൽ യോഗത്തിൽ സപ്ലിമെന്ററി അജണ്ടയായി ക്വാറി വിഷയം ഉൾപ്പെടുത്തിയാണ് സെക്രട്ടറി നൽകിയ താൽക്കാലിക പ്രവർത്തനാനുമതി റദ്ദാക്കാൻ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ഐക്യകണ്ഠേന തീരുമാനമെടുത്തത്. അജണ്ട ചർച്ചയ്ക്കെടുക്കും മുമ്പ് സെക്രട്ടറി ക്വാറിക്ക് നൽകിയ താൽക്കാലിക പ്രവർത്തനാനുമതി വിഷയം ചർച്ച ചെയ്യണമെന്ന് CPM അംഗം N ഷിബുവാണ് ആദ്യം ആവശ്യപ്പെട്ടത്. പിന്നീട് മറ്റംഗങ്ങൾ വിഷയം ഏറ്റുപിടിച്ചു. സെക്രട്ടറിയുടെ ഉത്തരവ് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ ക്വാറിയുടെ മുഴുവൻ പ്രവർത്തനവും നിർത്തിവെക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകിയതായി ചെയർപേഴ്സൺ MK ജയസുധ പറഞ്ഞു. നഗരസഭാ സെക്രട്ടറിയുടെ 19/1/2026 506/2026 നമ്പർ ഉത്തരവ് ശ്രദ്ധയിൽപ്പെട്ടു. പ്രസ്തുത ക്വാറിയിലെ ലോഡ് പുറത്തേക്ക് പോകുന്നത് നിർത്തിവെക്കുന്നതിന് മാത്രമേ ഉത്തരവ് കൊടുത്തിട്ടുള്ളൂ. ജനങ്ങളുടെ വികാരവും കൗൺസിൽ താൽപര്യവും പരിഗണിച്ച് ക്വാറിയുടെ മുഴുവൻ പ്രവർത്തനവും നിർത്തിവെക്കുന്നതിന് നടപടി സ്വീകരിക്കുക. പ്രവർത്തനം നിർത്തിവെക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ബാക്കി പിന്നെ കൗൺസിൽ യോഗം ചർച്ച ചെയ്തതിനു ശേഷം കൗൺസിൽ തീരുമാനത്തിന്റെ പ്രകാരം സെക്രട്ടറി കൊടുത്ത ഉത്തരവിനെ റദ്ദ് ചെയ്യുന്നു. അപകടകരമായ രീതിയിലുള്ള കല്ലും മണ്ണും നീക്കാനുള്ള അനുമതി മാത്രമാണ് നൽകിയിട്ടുള്ളതെന്ന് സെക്രട്ടറി പറഞ്ഞു. എന്ന് പറഞ്ഞിട്ട് സെക്രട്ടറി പോയത് നമുക്ക് നിയമപ്രകാരമുള്ള മെമ്മോയെ കൊടുക്കാൻ പാടും. അവിടെ കൗൺസിലർ പോയി കണ്ടതല്ലേ, അവിടുത്തെ ആ മണ്ണ് ഒരു മഴ പെയ്താൽ സ്കൂളിൽ എത്തുന്ന സംശയമുണ്ട്. അപ്പൊ അത് വൃത്തിയാക്കണ്ടേ? അതിനുള്ള അനുമതിയാണ് കൊടുത്തിരിക്കുന്നത്. അത് വൃത്തിയാക്കിയില്ലെങ്കിൽ അവിടെ കൂടുതൽ അപകടം ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ക്വാറിക്ക് സെക്രട്ടറി നൽകിയ താൽക്കാലിക അനുമതി കൗൺസിൽ റദ്ദാക്കണമെന്ന ആവശ്യത്തിൽ അംഗങ്ങൾ ഉറച്ചുനിന്നു. വിഷയം അടുത്ത ദിവസം അജണ്ടയായി ഉൾപ്പെടുത്തി ചർച്ച ചെയ്യാമെന്നും അതിനാണ് നിയമസാധ്യത ഉള്ളതെന്നും വൈസ് ചെയർമാൻ K രാജേഷ് അംഗങ്ങളെ അറിയിച്ചു. സപ്ലിമെന്ററി അജണ്ടയായി വിഷയം ഉൾപ്പെടുത്തി ചർച്ച ചെയ്യണമെന്ന് മുസ്ലിം ലീഗ് അംഗം PMA ജലീൽ ആവശ്യപ്പെട്ടു. ഇതിനെ തുടർന്നാണ് വിഷയം സപ്ലിമെന്ററി അജണ്ടയായി ഉൾപ്പെടുത്തി ചർച്ച ചെയ്ത കരിങ്കൽ ക്വാറിക്ക് നഗരസഭാ സെക്രട്ടറി നൽകിയ താൽക്കാലിക പ്രവർത്തനാനുമതി റദ്ദാക്കാൻ കൗൺസിൽ തീരുമാനമെടുത്തതായി ചെയർപേഴ്സൺ അറിയിച്ചത്. ഒറ്റപ്പാലം തോട്ടക്കരയിൽ ദമ്പതികളെ വീട്ടിൽ അതിക്രമിച്ചു കയറി കൊലപ്പെടുത്തിയ കേസിൽ പ്രതി മുഹമ്മദ് റാഫിയുടെ ക്രൂരതയ്ക്ക് പിന്നിൽ കൃത്യമായ ആസൂത്രണമെന്ന് പോലീസ്. മകനെ വിട്ടു നൽകില്ലെന്ന കോടതി ഉത്തരവ് നിലനിൽക്കുന്നതിലുള്ള വൈരാഗ്യമാണ് തോട്ടക്കര നാലകത്ത് വീട്ടിൽ നസീറിനെയും ഭാര്യ സുഹറയെയും കൊലപ്പെടുത്താൻ കാരണമായതെന്ന് പോലീസ് പറഞ്ഞു. മയക്കുമരുന്ന് കേസിലുൾപ്പെടെ പ്രതിയായ റാഫിയുടെ ക്രിമിനൽ പശ്ചാത്തലം മനസ്സിലാക്കിയ ഭാര്യ സുൽഫിയ കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് സമ്പാദിച്ചതാണ് ഇയാളെ പ്രകോപിപ്പിച്ചത്. മലപ്പുറം പടപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ MDMA കടത്തിയ കേസിലും ഒറ്റപ്പാലം സ്റ്റേഷനിൽ ഭാര്യ നൽകിയ ഗാർഹിക പീഡന കേസിലും പ്രതിയാണ് പൊന്നാനി വെളിയങ്കോട് സ്വദേശിയായ മുഹമ്മദ് റാഫി. ഇവരുടെ 3 വയസ്സുകാരനായ മകൻ മുഹമ്മദ് ഇഷാനെ ആഴ്ചയിലൊരിക്കൽ പിതാവിനൊപ്പം വിടണമെന്ന് നേരത്തെ കുടുംബ കോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ കുട്ടിയെ കൊണ്ടുപോയ റാഫി പറഞ്ഞ സമയത്ത് തിരികെ എത്തിച്ചില്ല. ഇയാളുടെ ലഹരി മാഫിയ ബന്ധങ്ങൾ കൂടി ബോധ്യപ്പെട്ടതോടെ കുട്ടിയെ ഇനി പിതാവിനൊപ്പം വിടേണ്ടതില്ലെന്ന് കോടതി ഉത്തരവിട്ടു.
മകനെ തന്നിൽ നിന്നും അകറ്റിയത് നസീറും കുടുംബവുമാണെന്ന് വിശ്വസിച്ച പ്രതി ഞായറാഴ്ച രാത്രി 11 മണിയോടെ തോട്ടക്കരയിലെ വീട്ടിലെത്തി ആക്രമണം നടത്തുകയായിരുന്നു. വീടിൻ്റെ പുറകുവശത്തു കൂടിയെത്തിയ പ്രതിയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ട നസീറും സുഹറയും അടുക്കള ഭാഗത്തേക്ക് എത്തിയപ്പോഴാണ് ആക്രമണമുണ്ടായത്. നസീറിന് ശരീരത്തിൽ 4 കുത്തുകളേറ്റു. ഇതിൽ നെഞ്ചിലേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്നാണ് സൂചന. സുഹറയ്ക്ക് വയറിന് 2 കുത്തുകളേറ്റു. ആന്തരിക അവയവങ്ങൾക്കേറ്റ ഗുരുതര പരിക്കാണ് ഇവരുടെ ജീവൻ നഷ്ടപ്പെടുത്തിയത്. ആക്രമണം കണ്ട് വീടിനുള്ളിൽ നിന്നും പുറത്തേക്ക് വന്ന 3 വയസ്സുകാരൻ ഇഷാനെ കയ്യിലുണ്ടായിരുന്ന കത്രിക ഉപയോഗിച്ചാണ് പ്രതി കുത്തി പരിക്കേൽപ്പിച്ചത്. കുട്ടിയുടെ ഇടതു തോളിലും കക്ഷത്തിന് താഴെയും ഗുരുതരമായ പരിക്കേറ്റു. ആക്രമണത്തിനിടെ കുട്ടിയുമായി സുൽഫിയ റോഡിലേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയപ്പോൾ കൈഞ്ഞരമ്പ് മുറിച്ച നിലയിൽ വീട്ടിലുണ്ടായിരുന്ന റാഫി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പുലർച്ചെ 4 മണിയോടെ ഖബർസ്ഥാനിൽ വെച്ച് പിടികൂടുകയായിരുന്നു. റിമാൻഡിലായ പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യാൻ വിട്ടുകിട്ടുന്നതിനായി പോലീസ് ഉടൻ അപേക്ഷ നൽകും. ഷൊർണൂർ MLA മമ്മിക്കുട്ടിയുടെ വിവാദമുണ്ട് പരാമർശത്തിനെതിരെ DCC മെമ്പർ സ്വാമിനാഥൻ. റോഡ് പൊളിയുന്നതിനെ മുണ്ട് കീറുന്നതിനോട് ഉപമിക്കുമ്പോൾ ഇത് റോഡുമല്ല മുണ്ടുമല്ല കണ്ടം വെച്ച കോട്ടാണെന്നും സ്വാമിനാഥൻ പ്രതികരിച്ചു. കോൺഗ്രസ് തിരുവാഴിയോട് മണ്ഡലം കമ്മിറ്റി നടത്തിയ മുണ്ടൂർ തൂത സംസ്ഥാന പാത ഉപരോധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുണ്ടൂർ തൂത റോഡിലെ അഴിമതിയെ കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുക. റോഡ് പണിയിലെ അശാസ്ത്രീയത പരിഹരിക്കുക. അഴിമതിക്കാരെ തുറുക്കിലടയ്ക്കുക. റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത മുണ്ടൂർ തൂത സംസ്ഥാന പാതയെ മരണക്കെണിയാക്കുകയാണ്. തിരുവാഴിയോട് സെന്ററിൽ റോഡ് മുറിച്ചു കടക്കുവാൻ മിനിറ്റുകളോളം കാത്തു നിൽക്കേണ്ട സ്ഥിതിയാണ്. ഒരു സൈഡിൽ നിന്നും ആരംഭിച്ച് ഡിവൈഡറിൽ നിർത്തി പിന്നീട് ഡിവൈഡർ മറികടന്ന് സീബ്ര ലൈൻ ഇട്ടിരിക്കുന്നത് പോലും അത്രയും നിരുത്തരവാദപരമായാണ്. ഇത്രയും വലിയൊരു തട്ടിപ്പ് റോഡ് നിർമ്മാണത്തിൽ വരുത്തിയിട്ടും MLA പരിഹാസ ചുവയോടെ റോഡ് പൊളിഞ്ഞു പോകുന്നതിനെ പറയുന്നത് മുണ്ടു വാങ്ങിയാൽ അത് കീറിപ്പോകാറില്ലേ എന്നാണ്. ലാഘവകരമായ പരാമർശമാണിത്. സത്യത്തിൽ ഇത് റോഡുമല്ല മുണ്ടുമല്ല, ഇത് കണ്ടം വെച്ച കോട്ടായിട്ടുണ്ടെന്നും DCC മെമ്പർ P സ്വാമിനാഥൻ പറഞ്ഞു. ഈ തിരുവാഴിയോട് സെന്റർ ഉൾപ്പെടെ ഈ റോഡിന്റെ വിവിധ ഭാഗങ്ങളെ ഒരു മരണക്കെണിയാക്കിയിട്ട് മാറ്റിയിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാന കാരണം ഈ റോഡ് പണിയിലെ അശാസ്ത്രീയത തന്നെയാണ്. കഴിഞ്ഞ വർഷം ഒരു വീട്ടമ്മ ഈ സെന്ററിൽ ബസ് തട്ടി മരണപ്പെട്ടു. ഇന്നലെ ഒരു ചെറുപ്പക്കാരൻ, ജോലി കഴിഞ്ഞ് വരുന്ന ഒരു ചെറുപ്പക്കാരൻ ലോറി തട്ടിയിട്ട് ഇവിടെ മരിച്ചു. ഈ പ്രദേശത്ത് വാഹനങ്ങൾക്ക് ഓവർ സ്പീഡും അതോടൊപ്പം തന്നെ ഈ റോഡ് പണിയിലെ അശാസ്ത്രീയതയുമാണ് ഇത്തരത്തിലുള്ള അപകടക്കെണിയായി ഈ തിരുവാഴി സെൻറ്റർ മാറിയത്. ഇവിടെ യാത്രക്കാർക്ക് ഈ റോഡൊന്ന് ക്രോസ് ചെയ്യണമെങ്കിൽ മിനിറ്റുകളോളം നിൽക്കേണ്ട ഒരു ഗതികേടാണ്. ഇവിടെ ഒരു സീബ്ര ലൈൻ ഉണ്ട്. ഈ സീബ്ര ലൈൻ ഇട്ടത് നോക്കിയാൽ തന്നെ മനസ്സിലാകാം. ഒരു തലയ്ക്കുന്ന് തുടങ്ങി നേരെ പോയി നിൽക്കുന്നത് ഡിവൈഡറിലാണ്. പിന്നെ ആ ഡിവൈഡർ ചാടി കടന്നിട്ട് വേണം അപ്പുറത്തേക്ക് കടക്കാൻ. ഇത്ര നിരുത്തരവാദപരമായ ഒരു റോഡ് പണി ഈ കേരളത്തിൽ എവിടേക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയില്ല. മാത്രമല്ല, ഈ റോഡ് പണിയിലെ അശാസ്ത്രീയത ചൂണ്ടിക്കാണിച്ചപ്പോൾ ഒരു ഭരണകക്ഷിക്കാരും ഉത്തരവാദിത്തപ്പെട്ടവരും തിരിഞ്ഞു നോക്കിയില്ല എന്ന് മാത്രമല്ല, ഇപ്പം തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ MLA ഒക്കെ പ്രസ്താവനയായിട്ട് വരുന്നുണ്ട്. എന്താ MLAയുടെ പ്രസ്താവന? എത്ര ലാഘവത്തോടു കൂടി ജനങ്ങളെ പരിഹസിക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. ഈ റോഡ് പണി എല്ലാ ഭാഗത്തും അടർന്ന് വീണ് വീണ്ടും റീടയർ ചെയ്യണം. അതിന് MLA കണ്ടെത്തിയ വ്യാഖ്യാനം എന്താണെന്നറിയോ? ഒരു പുതിയ മുണ്ട് വാങ്ങിയാൽ ആ മുണ്ട് കീറില്ലേ? ഒരു റോഡ് പണി ഇത്രയും കോടികൾ മുടക്കി പൊതുപണം മുടക്കി നടത്തിയ അശാസ്ത്രീയമായ പ്രവൃത്തിയെ ലഘൂകരിച്ച് ഇത്രയധികം നിരുത്തരപരമായ പ്രസ്താവനയാണ് MLA നടത്തിയത്. ഇത് MLA മുണ്ടാണ് പറഞ്ഞത്. സത്യത്തിൽ മുണ്ടല്ല, ഇത് കണ്ടം വെച്ച കോട്ട് പോലെ ആയിട്ടുണ്ട്. നിങ്ങൾ ഈ റോഡ് 1 കിലോമീറ്റർ നോക്കിയാൽ ഒരു 100 ഭാഗത്തെങ്കിലും പൊളിച്ച് കഷ്ണമാക്കിയിട്ട് അത് റീടയർ ചെയ്തതായിട്ട് കാണാൻ കഴിയും. അടിയന്തരമായി തിരുവാഴിയോട് റോഡ് പരിസരങ്ങളിൽ സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിക്കണമെന്നും എത്രയും പെട്ടെന്ന് തന്നെ റോഡിൽ പെരുകുന്ന അപകടക്കുരുതികൾക്ക് പരിഹാരം കാണണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. മണ്ഡലം പ്രസിഡന്റ് OS ശ്രീധരൻ, CT ചന്ദ്രശേഖരൻ, C രാധാകൃഷ്ണൻ, KC രവിശങ്കർ, P കൃഷ്ണകുമാർ, നിഖിൽ, സുരേഷ് ബാബു, PM വിനോദ്, സുനീഷ് എന്നിവർ ഉപരോധത്തിൽ പങ്കെടുത്തു.
മണ്ണാർക്കാട് പള്ളിക്കുറുപ്പ് കൊന്നക്കോട് ടിപ്പർ ലോറി വീട്ടിലേക്ക് ഇടിച്ചു കയറിയ അപകടം. മദ്രസയിലേക്ക് പോവുകയായിരുന്ന വിദ്യാർത്ഥി അടക്കം 4 പേർക്ക് പരിക്ക് ഗുരുതരമല്ല. ചൊവ്വാഴ്ച രാവിലെ 6 മണിക്കാണ് അപകടമുണ്ടായത്. മദ്രസയിലേക്ക് പോവുകയായിരുന്ന കൊന്നക്കാട് പാലേങ്ങൽ വീട്ടിൽ മുഹമ്മദ് ഷെരീഫിൻ്റെ മകൾ ഫാത്തിമ ഷിഫ, ലോറി ഡ്രൈവർ കാരാകുറിശി വലിയട്ട സ്വദേശി ആസിഫ്, ലോറി ഇടിച്ച വീട്ടിലെ താമസക്കാരായ അലക്സാണ്ടർ, ശേഖർ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പള്ളിക്കുറുപ്പ് ഭാഗത്ത് നിന്ന് മണ്ണാർക്കാട് ഭാഗത്തേക്ക് വരുന്നതിനിടെ ടിപ്പർ നിയന്ത്രണം വിട്ട് റോഡരികിലെ വീട്ടിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. വീടിൻ്റെ മുൻഭാഗം തകർന്നിട്ടുണ്ട്. ആനമൂളിയിൽ തിരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശവുമായി ബന്ധപ്പെട്ട സംഘർഷവും തുടർന്നുണ്ടായ അക്രമ സംഭവങ്ങളിലും പോലീസ് നടപടി ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെ അറസ്റ്റിൽ ഒതുങ്ങി. CPM ലോക്കൽ സെക്രട്ടറിയുടെ പോലീസ് സ്റ്റേഷൻ സമരവും ഫലം കണ്ടില്ല. CPM നേതൃത്വത്തിന്റെ നിലപാടിൽ പ്രവർത്തകർക്ക് അമർഷം. ആനമൂളിയിൽ നടന്ന കലാശക്കൊട്ടോടെയാണ് CPM ലീഗ് പ്രവർത്തകർ തമ്മിൽ സംഘർഷത്തിന്റെ തുടക്കം. സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇരുവിഭാഗത്തു നിന്നുമായി 2 കേസുകളിലായി 83 പേർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. തിരഞ്ഞെടുപ്പിൽ പരമ്പരാഗതമായി ലീഗ് ജയിക്കുന്ന ആനമൂളിയിൽ CPMനായിരുന്നു വിജയം. തുടർന്നുണ്ടായ സംഘർഷത്തിൽ ഇരുപക്ഷത്തു നിന്നായി വേറെയും 2 കേസുകൾ എടുത്തു. ഫലപ്രഖ്യാപനത്തിന് ശേഷം നടന്ന സംഘർഷവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് പ്രവർത്തകരെ വധിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ CPM പ്രവർത്തകനായ ഫിറോസ് റിമാൻഡിൽ പോവുകയും ഫിറോസ് നൽകിയ പരാതിയിൽ അറസ്റ്റിലായ 2 ലീഗ് പ്രവർത്തകർക്ക് ജാമ്യം ലഭിക്കുകയും ചെയ്തിരുന്നു. ഇതാണ് തെങ്കര ലോക്കൽ സെക്രട്ടറി K. സുരേന്ദ്രനെ പ്രകോപിപ്പിച്ചത്. പോലീസ് ലീഗിന് അനുകൂല നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും നീതി നിഷേധമാണ് പോലീസ് നടത്തുന്നതെന്നുമാണ് ലോക്കൽ സെക്രട്ടറിയുടെ ആരോപണം. രാത്രി പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരിപ്പ് നടത്തിയ സെക്രട്ടറിയെ ഏരിയ സെക്രട്ടറി NK നാരായണൻകുട്ടിയുടെ നേതൃത്വത്തിലെത്തിയ നേതാക്കൾ ഇടപെട്ട് സമരത്തിൽ നിന്നും പിന്തിരിപ്പിച്ചു. ഇതിലെ പ്രതിഷേധം പ്രവർത്തകർ നേതാക്കളെ അപ്പോൾ തന്നെ അറിയിച്ചു. അടുത്ത ദിവസം CPM നേതാക്കൾ DYSPയുമായി ചർച്ച നടത്തിയെങ്കിലും അതിന്റെ വിശദാംശങ്ങൾ നേതാക്കൾ പുറത്തു പറഞ്ഞില്ല. CPM പ്രവർത്തകർ നൽകിയ പരാതിയിലെ പ്രതികളെ പിടികൂടണമെന്നും എടുത്ത കേസുകളിൽ ജാമ്യമില്ലാ വകുപ്പ് ഉൾപ്പെടുത്തുകയും വേണമെന്ന CPM പ്രവർത്തകരുടെ ആവശ്യം നേതാക്കളും പോലീസും അവഗണിച്ചെന്നാണ് അണികൾ പറയുന്നത്. സംഭവത്തിന് ശേഷം തെങ്കര ലോക്കൽ കമ്മിറ്റി ചേർന്നെങ്കിലും ആനമൂളി വിഷയം ചർച്ച ചെയ്തില്ല. ഇതിൽ ആനമൂളിയിലെ പ്രവർത്തകർ അസംതൃപ്തരാണ്. സ്വെറ്ററിനുള്ളിൽ രഹസ്യ അറയുണ്ടാക്കി കഞ്ചാവ് കടത്തിയ ബംഗാൾ സ്വദേശി വാളയാറിൽ എക്സൈസിന്റെ പിടിയിൽ. എക്സൈസ് ഇൻസ്പെക്ടർ N. പ്രേമാനന്ദകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് KSRTC ബസ്സിലെ യാത്രക്കാരനായ ബംഗാൾ സ്വദേശി ഹൈദർ അലിയിൽ നിന്നും കഞ്ചാവ് പിടികൂടിയത്. കോയമ്പത്തൂരിൽ നിന്നും പാലക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സിൽ കടത്തുകയായിരുന്ന 505 ഗ്രാം കഞ്ചാവുമായാണ് ബംഗാൾ സ്വദേശിയായ 32-കാരൻ ഹൈദർ അലി പാലക്കാട് എക്സൈസ് ഇൻസ്പെക്ടർ N. പ്രേമാനന്ദകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെ പിടിയിലായത്. പരിശോധന നടക്കവേ ഇയാൾ ധരിച്ചിരുന്ന സ്വെറ്ററിൽ അസ്വാഭാവികത തോന്നിയ ഉദ്യോഗസ്ഥർ വിശദമായി പരിശോധിച്ചപ്പോഴാണ് സ്വെറ്ററിനുള്ളിൽ പ്രത്യേക രഹസ്യ അറ കണ്ടെത്തിയത്. ഇതിനുള്ളിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. പ്രതിക്കെതിരെ NDPS നിയമപ്രകാരം കേസെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി. പിടിച്ചെടുത്ത കഞ്ചാവും പ്രതിയെയും തുടർ നടപടികൾക്കായി പാലക്കാട് എക്സൈസ് റേഞ്ച് ഓഫീസിൽ ഹാജരാക്കി. വാഹന പരിശോധനയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ BJ ശ്രീജി, CV രാജേഷ്, പ്രിവന്റീവ് ഓഫീസർമാരായ P. ബിനു, S. സന്തോഷ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ N. സതീഷ്, CC പ്രദീപ് എന്നിവർ പങ്കെടുത്തു. പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലെ കിണറിലെ വെള്ളം മലിനമായതുമായി ബന്ധപ്പെട്ട് സംയുക്ത പരിശോധന നടത്താൻ മുഹമ്മദ് മുഹസിൻ MLA നിർദ്ദേശം നൽകി. അഴുക്കുചാലിലെ മലിനജലം കിണറിലേക്ക് എത്തിയതാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുക. പട്ടാമ്പി നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന പോലീസ് സ്റ്റേഷന്റെ വളപ്പിലെ കിണറിൽ നിന്നും ദുർഗന്ധവും വെള്ളത്തിന് നിറം മാറ്റവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വെള്ളത്തിൽ അനിയന്ത്രിതമായി കോളിഫോം ബാക്ടീരിയ കണ്ടെത്തിയത്. റോഡ് നവീകരണത്തിന്റെ ഭാഗമായി മേലെ പട്ടാമ്പിയിൽ അഴുക്കുചാലടഞ്ഞ് വെള്ളം കെട്ടിക്കിടന്നതോടെയാണ് പോലീസ് സ്റ്റേഷൻ വളപ്പിലെ കിണറിലെ വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ മലിനമായത്. കഴിഞ്ഞ മാസം ഇവിടെ അഴുക്കുചാലിന് കുഴിയെടുത്തപ്പോൾ കറുത്ത നിറവും ദുർഗന്ധവും വമിക്കുന്ന വെള്ളമാണ് ഒഴുകിയിരുന്നത്. ആ സമയത്തും ഈ കിണർ മലിനമാവുകയും കിണർ വറ്റിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ വീണ്ടും സമാന സാഹചര്യം ഉണ്ടായതിനെ തുടർന്ന് പോലീസിന്റെ ആവശ്യപ്രകാരം ആരോഗ്യ വിഭാഗം പ്രദേശത്തെ അഴുക്കുചാൽ തുറന്നപ്പോൾ കക്കൂസ് മാലിന്യം ഉൾപ്പെടെ കലർന്ന മലിനജലം കെട്ടിക്കിടക്കുന്നത് കണ്ടെത്തി. മഴവെള്ളം ഒഴുകിപ്പോകേണ്ട അഴുക്കുചാലിലേക്ക് മാലിന്യം ഒഴുകുന്ന സ്ഥാപനങ്ങളെ കണ്ടെത്താൻ പരിശോധന നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല.
ഏറെ ആശങ്കപ്പെടുന്ന സാഹചര്യം ഉടലെടുത്തതോടെയാണ് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും നടപടിയിലേക്ക് കടന്നത്. മുഹമ്മദ് മുഹസിൻ MLA നേതൃത്വത്തിൽ നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും റോഡ് നിർമ്മാണ ചുമതലയുള്ള KRFB ഉദ്യോഗസ്ഥരും സ്ഥലത്ത് പരിശോധന നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. കിണർ മലിനമാവാനുള്ള കാരണം കണ്ടെത്താൻ മുഹമ്മദ് മുഹസിൻ MLA ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഇതോടൊപ്പം മലിനജലം കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഒഴിവാക്കാനും അഴുക്കുചാലുകളിലേക്ക് മാലിന്യം ഒഴുക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കാനുമാണ് തീരുമാനം. പട്ടാമ്പി പോലീസ് സ്റ്റേഷന്റെ കിണറ് മാലിന്യം വന്ന് ജലം അശുദ്ധമാകുന്ന പ്രശ്നം അത് നമ്മളെ ശ്രദ്ധയിൽപ്പെടുകയും അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോ ഇവിടെ വന്നത്. നമുക്കറിയാം, റോഡിന്റെ വർക്കിന്റെ ഭാഗമായി ഡ്രെയിനേജുകൾ പൊളിച്ചും ഘട്ടം ഘട്ടമായിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പൊ ഡ്രെയിനേജ് പൊളിച്ച സ്ഥലങ്ങളിൽ നിന്ന് അതിൽ വന്ന ഈ മലിനജലമാണോ ഈ കിണറിലേക്ക് വന്നത് എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ പരിശോധിക്കുന്നത്. അതാണ് എന്നുള്ള സംശയമാണ് പലരും പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നഗരസഭയുടെ നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും അതോടൊപ്പം KRFBയും ജോയിന്റ് ആയിട്ട് ഇൻസ്പെക്ട് ചെയ്തുകൊണ്ട് എവിടെ നിന്നാണ് ഈ മലിനജലം ഒഴുക്കി വിടുന്നത് എന്ന് പരിശോധിക്കുകയും അതിന് നഗരസഭ നടപടി എടുക്കുന്നത് മാത്രമല്ല ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തുകൊണ്ട് തന്നെ ഡ്രെയിനേജ് നവീകരിച്ച് മുന്നോട്ട് പോകാനാണ് ഇപ്പൊ തീരുമാനിച്ചിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ റോഡിന്റെ വർക്ക് കമാനം മുതൽ അങ്ങോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കഴിഞ്ഞ 2 പ്രളയം കഴിഞ്ഞതിന്റെ ഭാഗമായിട്ട് 1.5 മീറ്ററൊക്കെ ആഴത്തിൽ റോഡ് പൊളിക്കുന്ന സമയത്ത് അതിന്റെ താഴെയുള്ള മണ്ണ് ചില പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അത് കാരണം വർക്ക് കൂടുതൽ സമയം എടുക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, ടാർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ ടാർ ചെയ്ത് കഴിഞ്ഞാൽ റോഡ് ഒന്നും കൂടെ സെറ്റിൽ ആയിട്ട് താഴേക്ക് ഇരിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഇപ്പൊ ടാർ ചെയ്യാതെ വെയിറ്റ് ചെയ്യുന്നത്. കാരണം ആ ഭാഗത്തൊക്കെ തന്നെ മണ്ണെടുത്ത് മാറ്റുന്ന സമയത്ത് കൂടുതൽ കുഴഞ്ഞ മണ്ണാവുകയും കൂടുതൽ ആഴത്തിലേക്ക് അത് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ആ ഭാഗത്ത് ഒന്ന് കൃത്യമായി സെറ്റിലായി അത് കറക്റ്റ് ആയതിനു ശേഷം അവിടെ ടാർ ചെയ്യും. ആ ടാർ ചെയ്ത് കഴിഞ്ഞാൽ DBM ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഈ ഭാഗത്തെ ടൗൺ നവീകരണമാണ് നടക്കാൻ പോകുന്നത്. പക്ഷെ അതുവരെ കാത്തിരിക്കാതെ തന്നെ ഈ ഭാഗത്തുള്ള ഡ്രെയിനേജിന്റെ പ്രവർത്തനം ഇപ്പോൾ നടത്താൻ പോവുകയാണ്. ഡ്രെയിനേജ് കഴിയുമ്പോഴേക്കും അപ്പുറത്തെ റോഡ് ടാർ ചെയ്തും കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് മേലെ പട്ടാമ്പി ടൗണിന്റെ നവീകരണമാണ്. അപ്പൊ ആ നവീകരണത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള വർക്കുകൾ കൂടി ഇനി ബാക്കിയുണ്ട്, അതും കൂടി ചെയ്യും. എന്തായിരുന്നാലും ഇപ്പോ അടിയന്തരമായിട്ട് ഈ വെള്ളം എവിടുന്നാണ് വരുന്നതെന്നും ഈ കിണർ എന്തുകൊണ്ടാണ് ഇതിലേക്ക് മാലിന്യം വരുന്നത് എന്നുള്ളത് പരിശോധിക്കുകയും ആ പ്രശ്നം പരിഹരിക്കുകയും ചെയ്യാനുള്ള ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കും. ചെർപ്പളശ്ശേരി പുത്തനാൽക്കൽ ക്ഷേത്രത്തിൽ മകരച്ചൊവ്വ ഉത്സവം വർണ്ണാഭമായി ആഘോഷിച്ചു. വൈകിട്ട് 3 ഗജവീരന്മാരുടെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയിൽ നഗരപ്രദക്ഷിണമായി നടന്ന എഴുന്നള്ളിപ്പ് ഭക്തിസാന്ദ്രമായി. ചെറുപ്പളശ്ശേരിക്ക് ചന്തം ചാർത്തിയാണ് പുത്തനാൽക്കൽ ക്ഷേത്രത്തിൽ മകരച്ചൊവ്വ ആഘോഷിച്ചത്. വൈകിട്ട് 3 ഗജവീരന്മാരുടെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയിൽ നഗരപ്രദക്ഷിണമായി നടന്ന പകൽപൂരം എഴുന്നള്ളിപ്പ് ഭക്തി നിർഭരമായി. ശിങ്കാരിമേളം, ബാൻഡ്, നാടൻ കലാരൂപങ്ങൾ എന്നിവ ഉത്സവത്തിന് പൊലിമയേകി. രാത്രി 7-ന് സിംഫണി ഓർക്കസ്ട്രയുടെ ഗാനമേളയും ഉണ്ടായി. രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ, ഓട്ടൻതുള്ളൽ, 10:30 മുതൽ പ്രസാദ ഊട്ട് എന്നിവയും ഉണ്ടായി. ഇടവേള. വാർത്തകൾ തുടരുന്നു.
ഓൾ കേരള ടയർ വർക്ക്സ് അസോസിയേഷൻ മൂന്നാമത് പാലക്കാട് ജില്ലാ സമ്മേളനം പട്ടാമ്പിയിൽ നടന്നു. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ടി.പി. ഷാജി ഉദ്ഘാടനം ചെയ്തു. മേലെ പട്ടാമ്പിയിൽ നിന്നും പ്രകടനത്തോടെയാണ് ജില്ലാ സമ്മേളനം ആരംഭിച്ചത്. നിരവധി പേർ പ്രകടനത്തിൽ അണിനിരന്നു. തുടർന്ന് ചിത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ടി.പി. ഷാജി ഉദ്ഘാടനം ചെയ്തു. ഈ ഒരു മേഖലയിലുള്ള പ്രവർത്തകരുടെ നിർണായകമായ സ്വാധീനമുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനക്ക്, അതല്ലെങ്കിൽ ആ സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഉടമസ്ഥരാണെങ്കിലും തൊഴിലാളികളാണെങ്കിലും ആവശ്യമായ ആനുകൂല്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നില്ല എന്ന ദുഃഖ സത്യം കൂടി അറിയിക്കാൻ ഞാൻ അവസരം വിനിയോഗിക്കുകയാണ്. എന്നിരുന്നാൽ പോലും ഇത്തരത്തിലുള്ള സംഘടിത ശക്തികൾ ശക്തമായി സംഘടനയുമായി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയാൽ ഏത് സർക്കാരിനെയും മുട്ടുകുത്തിക്കാൻ സാധിക്കുമെന്ന് കഴിഞ്ഞ കാലങ്ങളിലുള്ള പ്രവർത്തനം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ്. നമ്മളെല്ലാവരും പറയാറുണ്ട്, കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്ന്. അതുപോലെ നിരന്തരമായ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് പോകണം. നമ്മളൊക്കെ ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന ആളുകളാണ്. ഒരു ജനാധിപത്യ രാജ്യത്ത് നമുക്ക് ഏറ്റവും വലിയ അവകാശം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ ലഭിക്കുന്ന വോട്ടവകാശമാണ്. ഓരോ 5 വർഷം കൂടുമ്പോഴും നമ്മുടെ ജനാധിപത്യത്തിന് ലഭിക്കുന്ന അവകാശം വിനിയോഗിക്കുമ്പോൾ കേരളത്തിൽ ഇടതുപക്ഷം അല്ലെങ്കിൽ വലതുപക്ഷം, LDF അല്ലെങ്കിൽ UDF മാറി അധികാരത്തിൽ വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ജില്ലാ പ്രസിഡന്റ് കെ രഘു അധ്യക്ഷനായി. സംസ്ഥാന പ്രസിഡന്റ് ശിവൻകൊപ്പം മുഖ്യപ്രഭാഷണം നടത്തി. വി.കെ. ശ്രീകണ്ഠൻ MP, ചെർപ്പശ്ശേരി നഗരസഭാ അധ്യക്ഷ ജംസിയ പുലാക്കൽ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. സംസ്ഥാന സെക്രട്ടറി രവീന്ദ്രൻ നെല്ലായ, ഷനോജ് തൃക്കടീരി, സംസ്ഥാന ജനറൽ സെക്രട്ടറി ബൈജു P. ഹരിദാസ്, യൂനസ് ചൂരക്കോട്, വിഷ്ണു വട്ടപ്പാറ, രാജൻ കൂനത്തറ, രാജൻ കുമ്പിടി, രാധാകൃഷ്ണപിള്ള, ഡിജിത്ത് തിരുവേഗപ്പുറ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത് സംസാരിച്ചു. പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ കാളവേല ആഘോഷങ്ങളുടെ ഭാഗമായി ഏർപ്പെടുത്തിയ പ്രഥമ നവ അശ്വത്ഥ ദേവി പ്രസാദ പുരസ്കാരം മദ്ദള കലാകാരൻ ചെർപ്പശ്ശേരി ശിവന് സമ്മാനിക്കും. ഫെബ്രുവരി 7-ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ പുരസ്കാരം സമർപ്പിക്കുമെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മലബാർ ദേവസ്വം ബോർഡുമായി സഹകരിച്ചാണ് ചെറുപ്പളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രം കാളവേലാഘോഷത്തിന്റെ ഭാഗമായി ഈ വർഷം മുതൽ ദേവി പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത്. നവ അശ്വത്ഥ ദേവി പ്രസാദം എന്ന പേരിലുള്ള പ്രഥമ പുരസ്കാരം മദ്ദള ചക്രവർത്തി ചെറുപ്പളശ്ശേരി ശിവന് നൽകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 11,111 രൂപയും പ്രത്യേകം തയ്യാറാക്കിയ ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഫെബ്രുവരി 7-ന് വൈകുന്നേരം 7 മണിക്ക് ക്ഷേത്രത്തിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ വച്ച് പുരസ്കാരം സമ്മാനിക്കും. P. മമ്മിക്കുട്ടി MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. ഒറ്റപ്പാലം സബ് കളക്ടർ അഞ്ജിത് സിംഗ് മുഖ്യാതിഥിയാവുമെന്നും ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. ഈ പുരസ്കാരത്തിന് ഒരു പേര് നൽകണമെന്ന് ആലോചിച്ചപ്പോൾ നമ്മുടെ അഭിവന്ദ്യരായ ക്ഷേത്രം തന്ത്രിയോട് ഈ കാര്യം കമ്മിറ്റിയും ദേവസ്വവും ആവശ്യപ്പെടുകയുണ്ടായി. അപ്പോൾ പുത്തനാൽക്കൽ ഭഗവതി എന്ന പേര് വളരെ റെയറായി കാണുന്ന ഒരു പേരാണ്. ആ നാമം ചരിത്രത്തിൽ അന്വർത്ഥമായി നിൽക്കുന്ന രീതിയിൽ ഒരു പേര് നൽകുന്നതാണ് ഉചിതമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ ഞങ്ങളെല്ലാവരും അദ്ദേഹത്തോട് തന്നെ അതിനൊരു പേര് നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം നിർദ്ദേശിച്ച പേരാണ് ഈ പുരസ്കാരത്തിന് ഞങ്ങൾ നൽകുന്നത്. നവ അശ്വത്ഥ ദേവി പ്രസാദം എന്നാണ് ഈ പുരസ്കാരത്തിൻ്റെ പേര്. പുത്തനാൽക്കൽ, നവ എന്ന് പറഞ്ഞാൽ പുത്തൻ, അശ്വത്ഥ പറഞ്ഞ ആല്, ദേവി പ്രസാദം, പുത്തനാൽക്കൽ ഭഗവതി നൽകുന്ന ദേവി പ്രസാദം എന്ന രീതിയിൽ നവ അശ്വത്ഥ ദേവി പുരസ്കാരം എന്നാണ് ഈ പുരസ്കാരത്തിൻ്റെ പേര്. 11,111 രൂപയും പ്രത്യേകം തയ്യാറാക്കിയ ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഈ പുരസ്കാരം. ഈ വർഷത്തെ പുരസ്കാരം ഫെബ്രുവരി 7-ാം തീയതി വൈകുന്നേരം 7 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സദസ്സിൽ വെച്ച് വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ ഒന്നാമത്തെ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത്
നമ്മുടെ എല്ലാം അഭിമാനമായ ചെർപ്പുളശ്ശേരിയുടെ അഭിമാനം എന്ന് തന്നെ പറയാൻ പറ്റുന്ന മദ്ദള ചക്രവർത്തി ശ്രീ ചെർപ്പുളശ്ശേരി ശിവൻ അവർക്കാണ് ഒന്നാമത്തെ പുരസ്കാരം നൽകുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 7-ാം തീയതി നടക്കുന്ന പ്രസ്തുത ചടങ്ങിൽ വെച്ച് വിശിഷ്ട അതിഥികളുടെ സാന്നിധ്യത്തിൽ വെച്ച് ഈ അവാർഡ് അദ്ദേഹത്തിന് നൽകുന്നതായിരിക്കും. ഫെബ്രുവരി 7-ാം തീയതി നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ബഹുമാനപ്പെട്ട ഷൊർണൂർ MLA ശ്രീ പി മമ്മിക്കുട്ടിയാണ് ഉദ്ഘാടനം ചെയ്യുക. അതിലെ വിശിഷ്ട അതിഥിയായി ഒറ്റപ്പാലം സബ് കളക്ടർ അഞ്ജിത് സിംഗ് ആണ് പങ്കെടുക്കുന്നത്. ബാക്കി പ്രമുഖരും ആ വേദിയിൽ പങ്കെടുക്കുന്നുണ്ട്, ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ക്ഷേത്രം തന്ത്രിയാണ് പുരസ്കാരത്തിന് പേര് നിർദ്ദേശിച്ചതെന്നും എല്ലാ വർഷവും കാളവേലാഘോഷത്തോടനുബന്ധിച്ച് പുരസ്കാരം നൽകാനാണ് തീരുമാനമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ KK രഘുനാഥ്, കാളവേലാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് P ജയൻ, സെക്രട്ടറി അനിൽകുമാർ, ചീഫ് കോർഡിനേറ്റർ N സുകുമാരൻ, പ്രോഗ്രാം കോർഡിനേറ്റർ KK ഗണേശൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മുളയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലും മകരച്ചൊവ്വ ആഘോഷിച്ചു. പൊങ്കാല സമർപ്പണത്തിന് നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലെത്തിയത്. ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഭക്തയ്ക്ക് ശ്രീലകത്തു നിന്നും ക്ഷേത്രം മേൽശാന്തി ജാലമന ഗിരീഷ് എമ്പ്രാന്തിരി ഭദ്രദീപം പകർന്നു നൽകുകയും ഈ ഭക്ത ദേവസ്വം ഭണ്ഡാര അടുപ്പിലേക്ക് അഗ്നി പകർത്തുകയും ചെയ്തതോടെ തട്ടകത്തെ ഭക്തജനങ്ങൾ ഭഗവതിക്ക് മുൻപിൽ പൊങ്കാല നിവേദിച്ചു. പൊങ്കാലയോടനുബന്ധിച്ച് ത്രയം മ്യൂസിക് ബാൻഡിന്റെ ഫ്യൂഷൻ സംഗീതാർച്ചനയും അരങ്ങേറി. മകരച്ചൊവ്വ മുതലാണ് ക്ഷേത്രത്തിൽ കളംപാട്ടിന് ആരംഭം കുറിക്കുന്നത്. കളംപാട്ട് മീനമാസത്തിലെ താലപ്പൊലിയോടെയാണ് അവസാനിക്കുക. പട്ടാമ്പി നെടുങ്ങനാട്ട് മുത്തശ്ശിയാർക്കാവിൽ മകരച്ചൊവ്വ ആഘോഷങ്ങൾ ഭക്തിസാന്ദ്രമായി നടന്നു. രാവിലെ നടന്ന തിരുപ്പുറത്ത് നിവേദിച്ച ചടങ്ങുകൾക്ക് 1300-ൽ പരം ഭക്തജനങ്ങൾ നിവേദ്യമൊരുക്കി. മുൻ ശബരിമല ആറ്റുകാൽ ക്ഷേത്രങ്ങളിലെ മേൽശാന്തി പൂന്തോട്ടം നാരായണൻ നമ്പൂതിരി, ആറ്റുകാൽ ദേവീക്ഷേത്രം സഹമേൽശാന്തി നാരായണൻ നമ്പൂതിരി എന്നിവർ ചേർന്ന് ആദ്യ അടുപ്പിലേക്ക് അഗ്നി പകർന്നു. തുടർന്ന് നടന്ന മാതൃവന്ദനം ചടങ്ങിന് പിന്നണി ഗായിക പ്രൊഫസർ ലതിക വിശിഷ്ടാതിഥിയായി. മാതൃവന്ദനത്തിനു ശേഷം നടന്ന സാംസ്കാരിക സദസ്സ് ക്ഷേത്രം തന്ത്രി അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് MK ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. വിശിഷ്ടാതിഥികളായി എത്തിയവരെ ക്ഷേത്രം ഭാരവാഹികൾ പൊന്നാട അണിയിച്ച് ആദരിക്കുകയും ഉപഹാരങ്ങൾ നൽകുകയും ചെയ്തു. വിവിധ മേഖലകളിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ യോഗത്തിൽ അനുമോദിച്ചു. ആഘോഷ കമ്മിറ്റി സെക്രട്ടറി P ഗോപാലകൃഷ്ണൻ, ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് VV രവീന്ദ്രനാഥ്, സെക്രട്ടറി M രമേഷ് ബാബു, M രാമദാസ്, K വിലാസിനിയമ്മ, C ശ്രീമതി, വെളിച്ചപ്പാട് M അനിൽകുമാർ, E കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഭക്തിഗാന സുധയും പ്രസാദവൂട്ടുമുണ്ടായി. നാട്ടുകാരുടെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും 11 ലക്ഷം രൂപ അനുവദിച്ച് നവീകരണം തുടങ്ങിയ എടത്തനാട്ടുകരയിലെ വട്ടമണ്ണപ്പുറം അണയങ്കോട് റോഡ് നവീകരണം പാതി വഴിയിൽ ഉപേക്ഷിച്ചതായി നാട്ടുകാരുടെ പരാതി. ഏറെ ദുർഘടം പിടിച്ച ഭാഗത്തെ കട്ടപതിക്കലും റോഡിന്റെ വശങ്ങളിലെ കോൺക്രീറ്റ് പ്രവൃത്തിയും നടത്താതെ പണി ഉപേക്ഷിച്ച മട്ടാണെന്നാണ് നാട്ടുകാർ പറയുന്നത്.
വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിലൂടെ വാഹനങ്ങൾക്കോ കാൽനടയാത്രക്കാർക്കോ സഞ്ചരിക്കാൻ പറ്റാത്ത വിധത്തിലായതോടെ ഏറെ പ്രതിഷേധങ്ങൾ നടത്തിയ ശേഷമാണ് നവീകരണത്തിന് ഫണ്ട് അനുവദിച്ചത്. ഇതുപ്രകാരം റോഡ് നിർമ്മാണ പ്രവൃത്തി തുടങ്ങി കുറച്ചു ഭാഗം ടാറിംഗ് പൂർത്തിയാക്കുകയും ചെയ്തു. എന്നാൽ ഏറെ ദുർഘടം പിടിച്ച ഭാഗത്തെ കട്ട പതിക്കലും റോഡിൻ്റെ വശങ്ങളിലെ കോൺക്രീറ്റ് ജോലികളും നടത്താതെ പണി ഉപേക്ഷിച്ച മട്ടാണെന്നാണ് നാട്ടുകാരനും പൊതുപ്രവർത്തകനുമായ സുബൈർ തുമ്പത്ത് പറയുന്നത്. ബന്ധപ്പെട്ട ജനപ്രതിനിധികൾ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാതെ വിഷയത്തിൽ ഇടപെട്ട് നാട്ടുകാരുടെ യാത്രാ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നുമാണ് ഇവരുടെ ആവശ്യം. കാല് ഇല്ലാത്തൊരു എൻ്റെ ഒരു ജ്യേഷ്ഠനാണ്. അയാൾക്ക് വരെ ഇവിടെ ആശുപത്രിക്ക് ഒരു ഓട്ടോറിക്ഷ അങ്ങാടിയിൽ നിന്ന് വിളിച്ചാൽ ഇങ്ങോട്ട് വരാത്ത സാഹചര്യമാണ്. അപ്പോൾ ഇതിന് നിരന്തരം ആൾക്കാർ ഓരോ നേതാക്കന്മാരുടെ അതേമാതിരി തന്നെ ജനപ്രതിനിധികളെയും സ്വാധീനിച്ച് പിന്നാലെ നടന്നിട്ട് ഒരു ഫണ്ട് കിട്ടിയതാണ്. അപ്പോൾ ആ ഫണ്ട് കോൺട്രാക്ടർ പരിധിയിൽ എത്തി നോക്കുമ്പോൾ ഉദ്യോഗസ്ഥരും കോൺട്രാക്ടറും ഒത്തുകളിച്ചുകൊണ്ട് ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും ആക്കുന്നില്ല. അപ്പോൾ നമ്മൾ നിരന്തരം അവരെ ബന്ധപ്പെട്ടപ്പോൾ കോൺട്രാക്ടർ എന്താ പറയുന്നത് വെച്ചാൽ എൻ്റെ സൗകര്യത്തിന് എനിക്കതിന് സമയവും നേരമുണ്ട്, അപ്പോൾ ഞാൻ പണിയെടുക്കുന്നതാണ് മറുപടി. പകുതി പണിയെടുത്ത് കണ്ടിട്ട് പോയി. ഏറ്റവും കൂടുതൽ ശോചനീയാവസ്ഥകൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി, പറ്റ ഗതികേടാണ്. അപ്പോൾ ഉദ്യോഗസ്ഥർക്ക് അവരെ ശമ്പളം മാസത്തിനൊരു ബുദ്ധിമുട്ടില്ലാതെ കിട്ടുന്നുണ്ട്. നാട്ടുകാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് ഇപ്പോൾ ജനപ്രതിനിധികളും ഇല്ല, ഉദ്യോഗസ്ഥരും ഇല്ല, കോൺട്രാക്ടറും ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഈ റോഡ് എത്തി നിൽക്കുന്നത്. കയറ്റവും വലിയ ഉരുളൻ കല്ലുകളുമുള്ള ഭാഗം വാഹനങ്ങൾക്ക് അപകടം സൃഷ്ടിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളെ വാഹനത്തിൽ കയറ്റി അയക്കാൻ ഭയമാണെന്ന് സമീപത്ത് പ്രവർത്തിക്കുന്ന അൽഫിത്ര ഇസ്ലാമിക് പ്രീ സ്കൂളിലെ അധ്യാപിക പി റൗഷീന പറയുന്നു. സ്കൂളിൽ ഒരു 100ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. നമ്മുടെ കുഞ്ഞു മക്കളാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ ഏറെ ബാധിക്കുന്ന ഒരു റോഡാണിത്. ഞങ്ങളെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് കുട്ടികളെ പ്രധാനമായിട്ടും കൊണ്ടുപോകാനുള്ള പ്രധാന റോഡാണിത്. അതുകൊണ്ട് തന്നെ കുഞ്ഞു മക്കളുടെ സുരക്ഷ എന്നുള്ളത് ഞങ്ങളെ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു ആശങ്കയിലാണ് തിരിച്ച് വരുമ്പോഴും തിരിച്ചു പോകുമ്പോഴൊക്കെ കുട്ടികളെ എന്തായിരിക്കും എന്നുള്ളൊരു ആശങ്കയാണുള്ളത്. പ്രവൃത്തി നടക്കുന്ന സമയത്ത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ മറ്റോ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ടാറിങ്ങിൽ തന്നെ അപാകതയുണ്ടെന്നും ഇതിൽ അന്വേഷണം നടത്തി കാരണക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. മലപ്പുറം ജില്ലയുമായി ബന്ധിപ്പിക്കുന്ന റോഡായതിനാൽ ഒട്ടേറെ സ്കൂൾ ബസ്സുകളും മറ്റ് വാഹനങ്ങളും കടന്നുപോകുന്ന വഴിയാണിത്. പ്രദേശത്തേക്ക് ഓട്ടം വിളിച്ചാൽ വരാറില്ല. കാരണം ഇവിടെ വന്നുപോയാൽ വാഹനം നേരെ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകേണ്ട സ്ഥിതിയാണ് ഉണ്ടാവാറെന്ന് ഓട്ടോ ഡ്രൈവർ തച്ചമ്പറ്റ ഉമ്മർ പറയുന്നു. ഇവിടെ രോഗികൾ കണ്ടമാനം രോഗികളുണ്ട്, 60-70 വയസ്സായ സ്ത്രീകളുണ്ട്. അവരൊക്കെ കൊണ്ടുപോകേണ്ട ഒരു സ്ഥലമാണ്. പക്ഷേ എനിക്ക് ഇവിടുന്ന് സ്കൂൾ കുട്ടികളുണ്ട്. സ്കൂൾ ട്രിപ്പ് അടക്കം ഞാൻ ഇവിടുന്ന് എടുക്കാതെ ഇരിക്കുകയാണ്. ഇപ്പോൾ കുട്ടികളായിട്ട് വണ്ടിയിൽ വരാൻ കോളില്ല. അപ്പം എൻ്റെ വണ്ടിൻ്റെ ക്ലച്ച് ഡിസ്കോ പോയി കിടക്കുകയാണ്, ഗിയർ ബോക്സൊക്കെ പോയി കിടക്കുകയാണ്. അപ്പോൾ ഇതിൽ വരലില്ല. ഒരു വണ്ടി പട്ടണപ്പുറത്ത് നിന്ന് വിളിച്ചാൽ അങ്ങോട്ട് വരില്ല. അതിന് ഞങ്ങൾ ഓട്ടോറിക്ഷക്കാരെ കുറ്റം പറഞ്ഞ ഒരു കാര്യമല്ല, ഞങ്ങൾക്ക് പണി വരികയാണ് വണ്ടിക്ക്, അതുകൊണ്ടാണ് ഞങ്ങൾ വരാത്തത്. റോഡ് പണി കൂനിന്മേൽ കുരുവായ സ്ഥിതിയാണ് നാട്ടുകാർക്ക്. പുലാമന്തോൾ ചെമ്മലശ്ശേരി കിള്ളിക്കുന്നുകാവ് ആലിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള പൊങ്കാല മഹോത്സവം ജനുവരി 24, 25, 26 തീയതികളിൽ നടക്കും. പൊങ്കാല മഹോത്സവ പരിപാടികൾ സംഘാടകർ പെരിന്തൽമണ്ണയിൽ വാർത്താസമ്മേളനത്തിൽ വിവരിച്ചു. പുലാമന്തോൾ ചെമ്മലശ്ശേരി കിളിക്കുന്ന ആലിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള പൊങ്കാല മഹോത്സവം ദീപനാമജപ സമർപ്പണത്തോടെയാണ് നടത്തുന്നത്. ജനുവരി 24 വൈകിട്ട് 5 മണിക്ക് ദശസഹസ്ര ദീപ സമർപ്പണവും ചെമ്മലശ്ശേരി അനിൽ ശ്രീ മാധവം സംഘത്തിന്റെ പഞ്ചാരിമേളവും നടക്കും. 25 ഞായറാഴ്ച രാവിലെ 6 മണി മുതൽ അഖണ്ഡ ലളിത സഹസ്രനാമജപവും 8:30 കലശാഭിഷേക പൂജയും നടക്കും. വൈകിട്ട് ലളിത സഹസ്രനാമ സമൂഹ ലക്ഷാർച്ചനയും നിറമാലയും നടക്കുമെന്നും സംഘാടകർ അറിയിച്ചു. 26 രാവിലെ 8 മണിക്കാണ് പൊങ്കാല സമർപ്പണം. ക്ഷേത്രം തന്ത്രി അണ്ടലാടി നമ്പൂതിരിപ്പാട് അടുപ്പിലേക്ക് അഗ്നി പകരുന്നതോടെ ചടങ്ങുകൾ തുടങ്ങും. 100 കണക്കിന് സ്ത്രീകൾ വ്രതശുദ്ധിയോടെ തയ്യാറാക്കുന്ന പായസമാണ് ഈ ദിവസം ഉച്ചപൂജയ്ക്ക് ഉപയോഗിക്കുന്നത്. ആദ്യകാലങ്ങളിൽ അരി, ശർക്കര, നാളികേരം, വിറക് എന്നിവയുമായി എത്തിയിരുന്ന ഭക്തർക്ക് വേണ്ടി ക്ഷേത്രത്തിനു ചുറ്റും അടുപ്പുകൾ കൂട്ടി നിവേദ്യം തയ്യാറാക്കി പൂജ ചെയ്ത് നൽകിയിരുന്നതിന്റെ ഓർമ്മ പുതുക്കാൻ കൂടിയാണ് പൊങ്കാല നടത്തിവരുന്നത്. ഒരു ആളുകൾ ഭക്തജനങ്ങളുടെ കൈകൊണ്ടുണ്ടാക്കിയ നിവേദ്യം അവിടെ കൊടുക്കുക എന്നുള്ളതാണ്. ബാക്കി 364 ദിവസവും മേശാന്തി വാരാൻ ചെയ്യുന്നത്. ഈ ഒരു ദിവസത്തെ ഇത് ചെയ്യുന്നത് നാട്ടിലെ ആളുകൾ കൂടിയിട്ടാണ്. അവിടെ നമ്മളതിൻ്റെ ഒരു മറ്റുള്ള പാടില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചിന്തിക്കാറില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇത് ആദ്യം നടന്നിരുന്നത് പൂരത്തിന്റെ കാലത്താണ്. പക്ഷെ ഇപ്പൊ പൂരക്കാലത്ത് തിരക്ക് കൂടിയത് കൊണ്ടാണ് നമ്മൾ അതിനെ
കുറച്ചുകൂടി സൗകര്യപ്രദമായിട്ട് ഈ ദേവിയുടെ പിറന്നാൾ ദിവസത്തിലേക്ക് മാറ്റിയത്. ക്ഷേത്രത്തിലെ 2026 പരിപാടികൾ ഇതോടുകൂടിയാണ് ആരംഭിക്കുന്നത്. ഫെബ്രുവരി 4 മുതൽ ഭദ്രകാളിപ്പാട്ട്, ഫെബ്രുവരി 13 ചുറ്റുവിളക്കുത്സവം, മാർച്ച് 19 മുതൽ പൂരാഘോഷം, മാർച്ച് 24 ആറാട്ട്, ദേശകുരുതി എന്നിവയാണ് പ്രധാന പരിപാടികൾ. വിവിധ ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തനങ്ങളും ചെമ്മലശ്ശേരി കിളിക്കുന്നുകാവ് ആലിക്കൽ ഭഗവതി ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്നുണ്ട്. പ്രതിമാസം പെൻഷൻ കൊടുക്കുന്നുണ്ട്. സാന്ത്വനം പെൻഷൻ പദ്ധതി അത് നടന്നു വരുന്നുണ്ട്. അതില് 500 രൂപ മുതൽ 1000 രൂപ വരെ ഉള്ള സംഖ്യ നമ്മൾ പെൻഷനായിട്ട് എല്ലാ മാസവും കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതിന്റെ ഇടയ്ക്ക് വരുന്ന ചികിത്സാ സഹായങ്ങൾ ഇപ്പോൾ ധാരാളം കേസുകൾ വരാറുണ്ട്. അതിനൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെയ്യാറുണ്ട്. ആസ്പത്രി കേസുകൾ വരുമ്പോൾ അതിന് നമ്മൾ സാമ്പത്തിക സഹായം ചെയ്യാറുണ്ട്. കുട്ടികൾക്ക് അതേപോലെ തന്നെ ഈ നമ്മുടെ വിദ്യാഭ്യാസപരമായിട്ട് ഉള്ള ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് സാമ്പത്തിക പരാധീനത കൊണ്ട് ഉന്നത വിദ്യാഭ്യാസം നഷ്ടപ്പെടുന്ന ഒരവസരം ഉണ്ടാകുന്ന സമയത്ത് അവർക്കൊക്കെ പഠന ആനുകൂല്യങ്ങൾ നൽകാറുണ്ട്. ലഹരിക്കെതിരെ പൂന്താനം പ്രചാരകനും സാമൂഹ്യ പൊതുപ്രവർത്തകനുമായ CV സദാശിവന്റെ സ്റ്റിക്കർ പ്രചരണം. മിത്രശരം എന്ന പേരിൽ സമൂഹമാധ്യമങ്ങളിലൂടെ എഴുതുന്നതിൽ സജീവമാണ് വയോധികനായ CV സദാശിവൻ. ലഹരിക്കെതിരെയുള്ള പ്രവർത്തനം സമൂഹത്തിൽ കൂടുതൽ പേരിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് സ്റ്റിക്കർ പ്രചരണം ആരംഭിച്ചതെന്ന് CV സദാശിവൻ പറഞ്ഞു. മുൻ ട്രേഡ് യൂണിയൻ നേതാവും പൂന്താനം സാഹിത്യോത്സവത്തിന്റെ മുഖ്യ സംഘാടകനുമൊക്കെയായിരുന്നു CV സദാശിവൻ. പൂന്താനത്തിന്റെ പ്രചാരകനായ CV സദാശിവൻ മിത്രശരം എന്ന പേരിൽ സമൂഹമാധ്യമങ്ങളിലൂടെയുള്ള എഴുത്തിൽ സജീവമാണ്. സമൂഹത്തിൽ പടർന്നുകൊണ്ടിരിക്കുന്ന ലഹരിക്കും മയക്കുമരുന്നിനും എതിരെയുള്ള പ്രചാരണത്തിലാണിപ്പോൾ CV സദാശിവൻ. ഇതിനുവേണ്ടി സ്റ്റിക്കർ പ്രചരണ ക്യാമ്പയിന് തന്നെ തുടക്കമിട്ടു. അറിവ് നേടൂ, കടമ തീർക്കൂ, അഴുക്കരുത്, ലഹരിയരുത് എന്നതാണ് സ്റ്റിക്കറിലെ വാചകം. ലഹരിക്കെതിരെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് 6 വർഷം മുൻപ് പ്രചാരണം തുടങ്ങിയതാണ്. എന്നാൽ കാര്യമായ ചലനമുണ്ടാക്കാനായില്ല. എന്നാൽ പിന്നോട്ടില്ലെന്ന് തീരുമാനിച്ചതിനാലാണ് സ്റ്റിക്കർ സന്ദേശവുമായി തെരുവിലിറങ്ങിയുള്ള ഈ പ്രചാരണമെന്ന് CV സദാശിവൻ പറഞ്ഞു. അതെ, കഴിഞ്ഞ 5-6 വർഷം മുമ്പേ ഇതിന് തീവ്രമായ ഒരു ശ്രമം ഞങ്ങൾ നടത്തി. ഉത്തരവാദപ്പെട്ട ആളുകളെ കൂട്ടിയിട്ട് പെരിന്തൽമണ്ണ സ്കൂള് +2 സ്കൂൾ തന്നെ തുടങ്ങി. അത് പിന്നെ എങ്ങനെയൊക്കെയോ അത് ഒരു നഷ്ടപ്പെട്ടു പോയി. ആ നഷ്ടപ്പെട്ടാതെ എനിക്ക് മാനസികമായ ഒരു വേദന ഉണ്ടായി. അങ്ങനെയാണ് ഇരുന്ന് ആലോചിച്ചപ്പോൾ കാലങ്ങൾ ഇങ്ങനെ മാറുകയാണ്. എൻ്റെ ഒറ്റ ശ്രമം കൊണ്ട് കാര്യമില്ല തീരുമാനിച്ചിട്ടാണ് ഇപ്പൊ അടുത്ത് ടൗണിലിറങ്ങുക, തെരുവിലിറങ്ങുക. വിദ്യാലയങ്ങൾ പിന്നെയാവാം, തെരുവിലിറങ്ങിയിട്ട് കിട്ടുന്ന ആളുകളെ സംഭരിച്ചുകൊണ്ട് ഒരു വലിയൊരു മുന്നേറ്റം നടത്തണം എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഞങ്ങള് ഉത്തരവാദപ്പെട്ട ആളുകളെ കൂടിയിട്ട് IMA, പെയിൻ ആൻഡ് പാലിയേറ്റീവ്, പോലീസ്, മുനിസിപ്പാലിറ്റി അധികൃതരൊക്കെ കൂട്ടിക്കൊണ്ട് തെരുവിൽ ഇറങ്ങിയത്. അതാണ് ഇപ്പൊ അടുത്ത് ഈ എൻ്റെ 10-ാം തീയതി ജനുവരി 10 എന്ന് പറഞ്ഞ എൻ്റെ പ്രധാനപ്പെട്ട ഒരു ദിവസം. അന്ന് ഞാൻ തിരഞ്ഞെടുത്ത ദിവസമല്ല, ഒഴിവുള്ള ദിവസം നോക്കി, സെക്കൻഡ് സാറ്റർഡേ നോക്കി, ആളുകളെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം നോക്കി. അന്നാണ് ഇത് രണ്ടാമത് സ്റ്റിക്കർ അടിച്ചുകൊണ്ട് ചെയ്യാൻ തീരുമാനിച്ചത്. ഈ സ്റ്റിക്കർ പതിയുമ്പോൾ ആരെങ്കിലും വായിച്ചാലോ, ആരെങ്കിലും അതിൻ്റെ പേരിൽ അറിവ് നേടാൻ ശ്രമിച്ചാലോ, ആരെങ്കിലും അതിൻ്റെ പേരിൽ അഴുക്കില്ലാണ്ടാക്കാൻ ശ്രമിച്ചാലോ, ലഹരി ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചാലോ, അവനവന്റെ കടമകൾ തീർക്കാൻ ശ്രമിച്ചാലോ എന്ന് ഈ വരി മിത്രശരം എന്നാണ് ഞാൻ എഴുതാറുള്ള പേര്. അതിൽ ഈ സ്റ്റിക്കർ അടിച്ചത്. കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണ കോടതിപ്പടിയിൽ ലഹരിക്കെതിരെ ക്യാമ്പയിൻ ആരംഭിച്ചിരുന്നു. നഗരസഭയുടെയും മെർച്ചന്റ്സ് അസോസിയേഷന്റെയും സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. മുനിസിപ്പൽ ചെയർപേഴ്സൺ പച്ചേരി സുരയ്യ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ MB ഫസൽ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. മെർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PTS മൂസു, ജനറൽ സെക്രട്ടറി CPM ഇക്ബാൽ, പോലീസ് സബ് ഇൻസ്പെക്ടർ ജ്യോതിവാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ലഹരിയുടെയും മയക്കുമരുന്നിന്റെയും ഉപയോഗവും വിതരണവും തടയാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ഇതിനെതിരെ സ്കൂളിൽ പ്രവർത്തനം ശക്തിപ്പെടുത്തണമെന്ന് CV സദാശിവൻ പറയുന്നു. കുട്ടികൾക്ക് മോട്ടിവേഷൻ നൽകുന്നതിനും അവരുടെ മാനസിക നില പരിശോധിക്കുന്നതിനും എല്ലാ സ്കൂളുകളിലും ഹ്യൂമൻ സൈക്കോളജിസ്റ്റിനെ നിയമിക്കണമെന്ന് CV സദാശിവൻ ആവശ്യപ്പെട്ടു. ഒരു വിദ്യാലയത്തിൽ ഒരു ഡോക്ടർ നിർബന്ധം. ഇതിനായി മാത്രമല്ല, കുട്ടികളെ മോട്ടിവേഷൻ അറിയാൻ, ഹ്യൂമൻ സൈക്കോളജി അറിയാൻ അതിനുള്ള ടീച്ചർ, അതുപോലെ ചില ഇടങ്ങളിലുണ്ട് അധ്യാപകന്മാർ ഉണ്ടെങ്കിലും ഡോക്ടർമാർ ഈ
പല വിധത്തിലുള്ള കുട്ടിക്കാലത്തിലുള്ള രോഗങ്ങളൊക്കെ അറിയാൻ കഴിയും. അവരെ മോട്ടിവേറ്റ് ചെയ്തിട്ട് അവരെന്താണെന്ന് പഠിച്ചിട്ട് അവരെ നന്നാക്കി കൊണ്ടുവരുന്ന പാന്താവ് സൃഷ്ടിക്കാൻ, അതിൽ തന്നെ സെലക്ട് ചെയ്ത കുട്ടികളെ വളരെ മോശമായിട്ടുള്ള ബാഡായിട്ട് ഹൈപ്പർ ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ള കുട്ടികളെ എടുത്ത് അവരിലേക്ക് ഇത് ചലിപ്പിച്ച് ഡിമോറലായിട്ടുള്ള കുട്ടികളൊക്കെ ടീച്ചർമാർ സെലക്ട് ചെയ്തിട്ട് ഈ ഡോക്ടർമാർ കൊടുക്കുക. ഓട്ടോറിക്ഷകളിലും ഇരുചക്ര വാഹനങ്ങളിലും ഉൾപ്പെടെ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സ്റ്റിക്കർ പതിപ്പിച്ചു. താൻ പങ്കെടുക്കുന്ന വേദികളിലെല്ലാം ലഹരിക്കും അക്രമങ്ങൾക്കും എതിരെ സദാശിവൻ പ്രതികരിക്കും. ഈ 81-ാം വയസ്സിലും ലഹരിക്കെതിരെയുള്ള പോരാട്ടം തുടരുകയാണ് CV സദാശിവൻ. മണ്ണാർക്കാട് MES ഹയർ സെക്കൻഡറി സ്കൂൾ സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ സമാപനം ബുധനാഴ്ച വൈകിട്ട് നടക്കും. വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സിൽവർ ജൂബിലി +2 ബ്ലോക്കിന്റെ ഉദ്ഘാടനവും സ്നേഹഭവനങ്ങളുടെ താക്കോൽദാനവും MES സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ PA ഫസൽ ഗഫൂർ നിർവഹിക്കും. സ്കൂൾ വാർഷികം PK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്യും. സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രധാനാധ്യാപിക ഐഷാബി, അധ്യാപകൻ അഗസ്റ്റിൻ ജോസഫ്, ഓഫീസ് സീനിയർ ക്ലർക്ക് Y നസീർ എന്നിവർക്ക് യാത്രയയപ്പ് നൽകും. N ഷംസുദ്ദീൻ MLA പ്രസംഗിക്കും. മറിമായൻ നടൻ ഉണ്ണിരാജ പങ്കെടുക്കും. സംസ്ഥാന കലാമേളകളിലെ വിജയികളുടെ കലാപ്രകടനം, വിവിധ മത്സര വിജയികളെ ആദരിക്കൽ എന്നിവയും നടത്തും. സിൽവർ ജൂബിലി നിറവിൽ 25 ഇന പദ്ധതികളാണ് സ്കൂൾ ഏറ്റെടുത്തത്. ലോഗോ റിലീസ്, വിളംബര ഘോഷയാത്ര, പുതിയ +2 ബ്ലോക്കിന്റെ നിർമ്മാണം, അർഹതപ്പെട്ട കുടുംബങ്ങൾക്ക് 2 സ്നേഹഭവനങ്ങളുടെ പൂർത്തീകരണം, വിവിധ സെമിനാറുകൾ, ഡോക്യുമെന്ററി പ്രദർശനം തുടങ്ങിയ പദ്ധതികൾ നടപ്പാക്കി. മണ്ണാർക്കാട് MES ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനവും സിൽവർ ജൂബിലിയുടെ ഭാഗമായി പുതുതായി നിർമ്മിച്ച സിൽവർ ജൂബിലി കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും, അതേപോലെ തന്നെ നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് വിരമിക്കുന്ന ജീവനക്കാർക്കുള്ള യാത്രയപ്പും, അതുപോലെ നമ്മൾ വിദ്യാർത്ഥികളും അധ്യാപകരും മാനേജ്മെന്റും രക്ഷിതാക്കളും സംയുക്തമായി 2 പാവപ്പെട്ടവർക്ക് നിർമ്മിച്ചു കൊടുക്കുന്ന 2 വീടുകളുടെ താക്കോൽദാനവും സ്കൂളിന്റെ വാർഷികാഘോഷവും വളരെ വിപുലമായ പരിപാടികളോടുകൂടി 21/1/2026 ബുധനാഴ്ച നാളെ വൈകുന്നേരം 5 മണിക്ക് വിവിധ വ്യത്യസ്തങ്ങളായ കുട്ടികളുടെ കലാപരിപാടികളോടുകൂടി വളരെ വിപുലമായ ആഘോഷങ്ങളോടുകൂടി നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ ചടങ്ങിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഹാർദമായി ഞാൻ ക്ഷണിച്ചുകൊള്ളുകയാണ്. അതേപോലെ തന്നെ മണ്ണാർക്കാട് മുനിസിപ്പൽ ചെയർപേഴ്സൺ, മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ വിവിധ നേതാക്കന്മാർ, അതേപോലെ തന്നെ MESന്റെ സംസ്ഥാന ജില്ലാ നേതാക്കൾ തുടങ്ങിയ പ്രമുഖ വ്യക്തികൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതാണ്. ഏകദേശം 2000-ൽ വിദ്യാലയം ആരംഭിക്കുമ്പോൾ 98 വിദ്യാർത്ഥികളും 8 അധ്യാപകരുമായി തുടങ്ങിയ ഒരു വിദ്യാഭ്യാസ പ്രസ്ഥാനമാണ് മണ്ണാർക്കാട് MES ഹയർ സെക്കൻഡറി സ്കൂൾ. ഇന്ന് 2026-ൽ അതിന്റെ 25-ാം വാർഷികത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ അതിൽ ഏകദേശം 4000-ഓളം വിദ്യാർത്ഥികളും 150-ഓളം അധ്യാപക അനധ്യാപക ജീവനക്കാരും വർക്ക് ചെയ്യുന്ന ഒരു വലിയൊരു വിദ്യാഭ്യാസ പ്രസ്ഥാനമായി മണ്ണാർക്കാട് MES ഹയർ സെക്കൻഡറി സ്കൂൾ മാറിയിട്ടുണ്ട്. സ്കൂൾ ചെയർമാൻ ഷെറിൻ അബ്ദുള്ള, സെക്രട്ടറി KP അക്ബർ, ട്രഷറർ അബ്ദുൽ കീരത്ത്, പ്രിൻസിപ്പൽ A ഹബീബ്, HM K ഐഷാബി, PTA പ്രസിഡന്റ് KP അഷ്റഫ്, M അബ്ദുൽ ഹക്കീം, സുനിൽ ബാബു, റിയാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വീണ്ടും ഇടവേള. വാർത്തകളിലേക്ക്. പെരിന്തൽമണ്ണ, കുന്നക്കാവ്, പുലാമന്തോൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ പച്ചീരി സുരയ്യ ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 45 SPC കേഡറ്റുകളും കുന്നക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 41 SPC കേഡറ്റുകളും പുലാമന്തോൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 43 SPC കേഡറ്റുകളും സംയുക്ത പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തു. 2023-25 ബാച്ച് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ പാസിംഗ് ഔട്ട് പരേഡാണിത്. നഗരസഭാ ചെയർപേഴ്സൺ പച്ചീരി സുരയ്യ പാസിംഗ് ഔട്ട് പരേഡ് ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണ പോലീസ് സബ് ഇൻസ്പെക്ടർ KG ജിതിൻവാസ് കേഡറ്റുകൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഏലംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT ഷഹീന, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ MB ഫസൽ മുഹമ്മദ്, സ്ഥിരം സമിതി അധ്യക്ഷരായ അമ്പിളി മനോജ്, നാലകത്ത് ബഷീർ, സ്കൂൾ പ്രിൻസിപ്പൽമാരായ A അനിൽകുമാർ, K ശ്രീജിത്ത്, PG സാഗരൻ, പ്രധാനാധ്യാപകരായ അനിൽകുമാർ, KK ജയ തുടങ്ങിയവർ പങ്കെടുത്തു. 3 സ്കൂളുകളിലെയും SPC കേഡറ്റുകളിൽ
129 വിദ്യാർത്ഥികളാണുള്ളത്. ഇനി കാണാം ഷോർട്ട് ന്യൂസ്. CPIM ശ്രീകൃഷ്ണപുരം മുൻ ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന വി ഗംഗാധരനെ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരിച്ചു. ചന്തപ്പുരയിൽ നടന്ന അനുസ്മരണ യോഗം സംസ്ഥാന കമ്മിറ്റി അംഗം കെ ശാന്തകുമാരി MLA ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി കെ ജയദേവൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ പ്രേംകുമാർ MLA, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ ശ്രീധരൻ, പി അരവിന്ദാക്ഷൻ, M മോഹനൻ, കെ രാമചന്ദ്രൻ, AK ശീലാദേവി, ലോക്കൽ സെക്രട്ടറി MK ദേവി എന്നിവർ സംസാരിച്ചു. അർഹതപ്പെട്ട മുഴുവൻ മനുഷ്യരും ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ 5 ലക്ഷം കണക്കാക്കി 20 ലക്ഷം മനുഷ്യർ അന്തസ്സോടെ അഭിമാനത്തോടെ അന്തിയുറങ്ങുന്ന സ്വപ്ന ഭവനങ്ങൾ, തന്റെ അവകാശം, ആത്മബോധം അവർക്ക് നൽകുന്ന ഈ പദ്ധതി നമ്മുടെ നവകേരള മിഷന്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു മിഷൻ പ്രവർത്തനമാണ്. അതല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീട് വെക്കണമെങ്കിൽ ഭൂമി വേണം. 4 ലക്ഷം മനുഷ്യർക്കാണ് പട്ടയം നൽകിയത്. പാലിയേറ്റീവ് കെയർ ദിനാചരണത്തിന്റെ ഭാഗമായി ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കുമരംപുത്തൂർ യൂണിറ്റും എടത്തനാട്ടുകര പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയും സംയുക്തമായി കൂടെയുണ്ട് എന്ന പേരിൽ കാരുണ്യ പ്രവർത്തനവും പുതുവത്സരാഘോഷവും സംഘടിപ്പിച്ചു. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TP സൈനബ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ രോഗികൾക്കുള്ള ചികിത്സാ സഹായങ്ങളും മരുന്നുകളും വിതരണം ചെയ്തു. പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിന് ആവശ്യമായ ഓക്സിജൻ റെഗുലേറ്റർ, ഓക്സിജൻ മാസ്ക്, മറ്റ് മെഡിക്കൽ ഉപകരണങ്ങളും നൽകി. രോഗാതുരമായ ജീവിതം നയിക്കുന്നവർക്ക് സാന്ത്വനമേകാനും സമൂഹത്തിന്റെ കരുതലുണ്ടാകണമെന്ന് ഓർമ്മിപ്പിക്കാനുമാണ് കൂടെയുണ്ട് എന്ന പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TP സൈനബ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ക്ലിനിക് ചെയർമാൻ P ജസീർ അധ്യക്ഷനായി. AKPA കുമരംപുത്തൂർ യൂണിറ്റ് പ്രസിഡന്റ് നവാസ് എടത്തനാട്ടുകര, മണ്ണാർക്കാട് മേഖലാ പ്രസിഡന്റ് മണികണ്ഠൻ മുളയൻകാവ്, യൂണിറ്റ് ട്രഷറർ മാലിനി സതീഷ്, ജോയിന്റ് സെക്രട്ടറി സതീഷ്, ജില്ലാ കമ്മിറ്റി അംഗം അജയൻ, മേഖലാ കമ്മിറ്റി അംഗം സാഗ മുരളി, യൂണിറ്റ് കമ്മിറ്റി അംഗം സാനിർ, റഹീസ് എടത്തനാട്ടുകര, റഷീദ് ചതുരാല തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒറ്റപ്പാലം സൗത്ത് പനമണ്ണ ഇത്യൻമലയിലെ കരിങ്കൽ ക്വാറിക്ക് നഗരസഭാ സെക്രട്ടറി അനുവദിച്ച താൽക്കാലിക പ്രവർത്തനാനുമതി റദ്ദാക്കാൻ കൗൺസിൽ തീരുമാനം. ക്വാറിക്ക് അനുമതി നൽകിയ തീരുമാനത്തെ ഐക്യകണ്ഠേന എതിർത്ത് ഭരണ പ്രതിപക്ഷ കൗൺസിലർമാർ. ഒറ്റപ്പാലത്തെ ദമ്പതികളുടെ കൊലപാതകം പ്രതി മുഹമ്മദ് റാഫി വന്നത് കൃത്യമായ ആസൂത്രണത്തോടെയെന്ന് പോലീസ്. മകനെ വിട്ടു നൽകില്ലെന്ന കോടതി ഉത്തരവും വൈരാഗ്യത്തിന് കാരണമായി.
മണ്ണാർക്കാട് പള്ളിക്കുറുപ്പ് കൊന്നക്കോട് ടിപ്പർ ലോറി വീട്ടിലേക്ക് ഇടിച്ചു കയറി അപകടം. മദ്രസയിലേക്ക് പോവുകയായിരുന്ന വിദ്യാർത്ഥിയടക്കം 4 പേർക്ക് പരിക്ക്. അപകടം ചൊവ്വാഴ്ച പുലർച്ചെ. മുണ്ടൂർ തൂത റോഡിന്റെ തകർച്ച. തിരുവാഴിയോട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു. റോഡും കീറിയ മുണ്ടും താരതമ്യം ചെയ്തുള്ള പി മമ്മിക്കുട്ടി MLAയുടെ പരാമർശം ലാഘവകരമെന്ന് നേതാക്കൾ. റോഡിന്റെ സ്ഥിതി കണ്ടം വെച്ച കോട്ടുപോലെ. ചെർപ്പുളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ മകരച്ചൊവ്വ ഉത്സവം വർണ്ണാഭമായി. നഗരത്തെ നിറച്ചാർത്തണിയിച്ച് പകൽപൂരം എഴുന്നള്ളിപ്പ്. വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു. നമസ്കാരം.